ഇന്നിപ്പോൾ ഈ പോണത് വീട്ടിലേക്കാണ്. അവിടെ പെരുന്നാളാണ്, പള്ളി പെരുന്നാളാണ്. അവിടുത്തെ വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു ആഘോഷമാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ മക്കളെയും കൊണ്ട് ഇറങ്ങി. അപ്പോൾ ആ സമയത്താണ് പെട്രോളും ഇല്ല. അപ്പോൾ പെട്രോള് നോക്കിയ ശേഷം നോക്കിയപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ, വീട്ടിലേക്ക് പോവല്ല. അപ്പോൾ ബേക്കറി കയറി അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യാൻ കേട്ടോ. നമ്മൾ എത്രയോ പേര് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലൊരു ദിവസം ക്ലാസ് മുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒന്നും പഠിക്കാണ്ട് നമ്മുടെ കസിൻസിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നമ്മൾ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓർത്തിരുന്ന എന്നാണ് പെരുന്നാൾ അല്ലെങ്കിൽ എന്നാണ് ഒരു ബർത്ത്ഡേ വരണേന്ന് ആലോചിച്ചും സന്തോഷിച്ചു വരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അല്ലേ, എല്ലാവരും തിരക്കിലാണ്. ആർക്കും ഇപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കും വിശേഷങ്ങൾ വിളിക്കണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ആഘോഷങ്ങളില്ലാതെയായി. എല്ലാവരും അവരവരുടെ എന്താ പറയുക, ന്യൂക്ലിയർ ഫാമിലി അല്ലേ, അങ്ങനെ ചുരുങ്ങി. പക്ഷേ ഞാൻ പറയുന്നത് ന്യൂക്ലിയർ ഫാമിലി ആയിട്ടൊന്നും ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരെയും കൊണ്ടൊന്ന് ഒരുമിച്ചൊന്നും ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. പക്ഷേ ആ സാധിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ നമുക്ക് ഓർക്കാം. ആ ദിവസങ്ങളിൽ നമുക്ക് ഒത്തുചേരാനായിട്ട് ശ്രമിക്കാം. കാരണം അങ്ങനെ ഒത്തുചേരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് വരുന്നത് അല്ലേ. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ദിവസം ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോയി ആ പെരുന്നാൾ ആഘോഷിച്ച് തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഇനി ഒരു വർഷത്തേക്ക് അടുത്ത വർഷത്തേക്ക് അത് ഓർത്തിരിക്കാനും കാത്തിരിക്കാനുള്ള ദിവസങ്ങളായി മാറുകയാണ് ഈ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റ നിമിഷങ്ങളും സ്പെൻഡ് ചെയ്യാണ്ട് നോക്കുക. ഒരിക്കൽ പോലും നമ്മളത് വേസ്റ്റാക്കി കളയരുത്. അത് നമ്മൾ ഓരോ സെക്കൻഡ് നമ്മളതിൽ ആഘോഷിക്കുക. അപ്പോൾ ഈ പെരുന്നാൾ ദിവസങ്ങളെല്ലാവരായിട്ട് സംസാരിക്കാനും ഭക്ഷണത്തിൻ്റെ സമയത്തായാലും തലേദിവസം രാത്രി വെയിറ്റ് ചെയ്ത് വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു കേട്ടോ. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കിടണതും അവിടെ കൂടിച്ചേരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പെരുന്നാളിൽ കാണാനായിട്ട് സാധിക്കും. പെരുന്നാൾ എന്നല്ല, എന്ത് വിശേഷങ്ങളായാലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സന്തോഷങ്ങൾ കൂടുതൽ വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഓരോ ദിവസവും നമ്മൾ ആ ഒരു വെള്ളിയാഴ്ച, അയ്യോ അടുത്ത വെള്ളിയാഴ്ചയാണല്ലേ, അടുത്ത വെള്ളിയാഴ്ച തൊട്ട് ക്ലാസ്സിൽ പോയിണ്ട, നമുക്ക് പഠിക്കേണ്ട, നമ്മുടെ പിള്ളേരുടെ ഒപ്പമൊക്കെ സംസാരിച്ചിരിക്കാനും നമ്മുടെ വിശേഷങ്ങൾ, ഇത്ര നാളത്തെ വിശേഷങ്ങൾ അവരോട് പറയാനും അവരുടെ വിശേഷങ്ങൾ നമ്മൾക്ക് കേൾക്കാനും ഒക്കെ കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും ജോലിയായി, എല്ലാവരും തിരക്കിലായി. പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ജോലി സ്ത്രീകളൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, ഒരുവിധം സ്ത്രീകൾ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കണത്. അവർക്ക് ജോലി ലീവ് എടുക്കാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നു. കുട്ടികൾ കണ്ട എൻ്റർടൈൻമെൻറ്റാണ്, അവർ പാട്ട് പാടുന്നു, അവർ ഡാൻസ് കളിക്കണം. അപ്പോൾ അവിടെ ഇരിക്കണവർ അത് ആസ്വദിക്കാനും ആ കുറച്ച് നേരം അന്ന് തന്നെ തിരിച്ചു പോന്നു. പക്ഷേ എങ്കിലും ആ കുറച്ച് സമയം കൊണ്ട് അവരൊക്കെ തമ്മിൽ സംസാരിക്കുകയും എന്താ പറയുക, കുറേ ചിരിക്കുകയും കുറേ തമാശകൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് വരികയൊക്കെ ചെയ്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയം ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പാട്ട് പാടി. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടു തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ പാടുക എന്നുള്ളത്. അറിയുന്ന പോലെ, ഇപ്പോൾ വലിയ പാട്ടുകാരുടെ സ്റ്റൈലല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയുന്ന പോലെ പാടി നമുക്ക് ധൈര്യമായിട്ട് ഇരുന്ന് പാടാൻ പറ്റിയ ഒരു സ്പേസാണ് അല്ലേ. ആരും നമ്മളോട് തെറ്റു പറയില്ല, ആരും നമ്മളോട് പാടണ്ടെന്ന് പറയില്ല. നമ്മൾ എത്ര തെറ്റ് പാടിയാൽ തന്നെ അവരത് കേട്ടിരുന്ന് കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പം അങ്ങനെയൊക്കെ കുട്ടികളും ഞങ്ങളും എല്ലാവരും കൂടി അങ്ങനെ പാട്ടൊക്കെ പാടി ഓരോ തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും അവരവരുടേതായ സന്തോഷത്തിന് വേണ്ടി പാട്ടൊക്കെ പാടി അങ്ങനെ ഞങ്ങളുടെ ഈ 2026 പെരുന്നാൾ അങ്ങനെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെയിൻമോൻ ഉണ്ടായില്ല. അപ്പോൾ ഈ വർഷം നമ്മുടെ സെയിൻകുട്ടനുണ്ട്. 24-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗാണ് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി. കാരണം അത്രയും ഒരു പ്രഷ്യസ് ബേബിയാണ് ഞങ്ങൾക്ക്. ഇത്ര നാൾ കിട്ടാതെ കിട്ടിയ ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം കൂടുതൽ ഞങ്ങൾക്ക് അവനോടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഹാപ്പി